ഇരയോനിൽ തേടുന്നേ ഇപ്പോൾ മഴ വേണ്ടെന്നേ ആ നേരം മഴയും നീങ്ങി സദാ സദാ കൂടുന്നേ എന്തൊരത്ഭുതം ജനതയും കാണുന്നേ താജുല്ലോലാമ സന്തുഷ്ടരാകുന്നേ തസഫ് കരാമത്തുകൾ വെളിവാകുന്നേ ഇടിയുമുഴങ്ങുന്നേ. ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമ അങ്ങനെ വയൽ തുടങ്ങിയപ്പോ പെട്ടെന്നതാ ഇടിമുട്ടാനും വേണ്ടി തുടങ്ങി, മിന്നടിയാനും വേണ്ടി തുടങ്ങി. ഭയങ്കരമാകപ്പെട്ട മഴ അങ്ങോട്ട് ഇറങ്ങി, ഭയങ്കര കാറ്റ് മഴയാണ്. ജനങ്ങളൊക്കെ മഴയെ കണ്ട് പേടിച്ചു ഓടാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ശൈഖുന രണ്ട് കരം മേലോട്ട് ഉയർത്തി എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ മഴ വേണ്ട. പെട്ടെന്ന് ആ മഴ അതാ നീങ്ങിപ്പോയി. വീണ്ടും ജനങ്ങൾ ഒരുമിച്ചുകൂടി. ആ പരിപാടി കഴിയുന്നത് വരെ മഴയുണ്ടായിട്ടില്ല. കണ്ടോ പ്രിയ നിറഞ്ഞ സുഹൃത്തുക്കൾ, ഇങ്ങനെയുള്ള ഒരുപാട് കറാമത്തുകൾ, ഒരുപാട് അത്ഭുതമേറിയ സംഭവങ്ങൾ പറയാറുണ്ട്. പക്ഷേ അതൊക്കെ വെള്ളി പറയാൻ ഈ പാവപ്പെട്ട എന്നെ പോലെയുള്ളവനെ കൊണ്ട് സാധിക്കുകയില്ല. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദ് കല്യാണം നടത്തി 6 വർഷമായി മക്കളില്ല. താജുൽ ഉലമ ഹജ്ജുക്ക് പുറപ്പെടുന്ന ഒരു സമയമാണ്. ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദ് വന്നിട്ട് താജുൽ ഉലമയോട് പറഞ്ഞു, തങ്ങളെ എനിക്ക് മക്കളില്ല, 6 വർഷമായി, എനിക്ക് നിങ്ങൾ മക്കത്ത് ചെന്നാൽ ദുആ ചെയ്യണം. താജുൽ ഉലമ ചോദിച്ചു, അല്ല ചുള്ളിക്കോടെ, നിനക്ക് 6 വർഷമായിട്ട് മക്കളില്ലേ, നീ എന്തുകൊണ്ടാ എന്നോട് ഇതുവരെയും പറയാത്തത് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഒരു ഉറുക്കെടുത്ത് ചുള്ളിക്കോട് ഉസ്താദിന്റെ കയ്യിലേക്ക് കൊടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള ഉറുക്ക് ആർക്കും കൊടുത്തിട്ടില്ല, നീ കൊണ്ടുപോയി കെട്ടുക, നിനക്ക് കുട്ടിയുണ്ടാകും. ചുള്ളിക്കോട് ഉസ്താദ് അതുകൊണ്ട് വന്ന് തന്റെ ഭാര്യ കയ്യിൽ കൊടുത്ത് അത് മുതൽ തന്നെ ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദിന് 1 കൊല്ലമാകുമ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടായി. വളരെ സന്തോഷത്തോടുകൂടെ ആ കുട്ടിയുമായിട്ട് താജുൽ ഉലമാന്റെ ഹദ്റത്തിലേക്ക് വന്നു. താജുൽ ഉലമ പിരിശത്തോടുകൂടെ ചുള്ളിക്കോട് ഉസ്താദിന്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ എടുത്ത് തന്റെ മടിയിൽ വെച്ചപ്പോ പെട്ടെന്ന് കുഞ്ഞ് മൂത്രം വെച്ചു. ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദ് കറച്ചുപോയി. ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമ പുഞ്ചിരിച്ച് ചോദിച്ചു, അല്ല ചുള്ളിക്കോട്, പാല് കുടിക്കുന്ന കുട്ടി മൂത്രം വയ്ക്കാതിരിക്കുമോ? ഇങ്ങനെയുള്ള പല അത്ഭുതമേറിയ സംഭവങ്ങളൊക്കെ പറയാറുണ്ട്. എന്റെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, അതൊക്കെ പറഞ്ഞു ഒതുക്കാൻ ഇപ്പോൾ എന്നെ കൊണ്ട് സാധ്യമല്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമാന്റെ ഈ കഥ ഞാൻ പറഞ്ഞതിന് വല്ല പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അർഹമുറാഹിമിനായ തമ്പുരാൻ ഞങ്ങളെല്ലാവർക്കും വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. മഹാമാരെ സ്നേഹിക്കുന്ന, തങ്ങന്മാരെ സ്നേഹിക്കുന്ന, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളാൽ അല്ലാഹു തആല പെടുത്തുമാറാകട്ടെ. അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ സ്ഥാനമുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, എന്റെ അഹ്ലു ബൈത്ത്, എന്റെ കുടുംബം സഫീനത്തി നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തില് ഭയങ്കരമാകപ്പെട്ട ആ വെള്ളപ്പൊക്കമുണ്ടായപ്പോ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കയ്യിലേക്ക് അല്ലാഹു തആല ഒരു കപ്പൽ കൊടുത്തില്ലേ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിലേക്ക് ആരെല്ലാം കയറിയോ അവരൊക്കെ വിജയിച്ചവരായി, അല്ലാത്തവർ ചത്ത് ചാമ്പലമായി പോയി എന്നതുപോലെ അഹ്ലു ബൈത്തിനെ ആരാണ് മുറുകെ പിടിക്കുന്നോ അത് നൂഹ് നബിന്റെ കപ്പൽ പോലെ എന്ന് ആരംഭ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ അഹ്ലു സുന്നത്തിന്റെ വൽ ജമാഅത്തിന്റെ ആ വഴിയിലായി നീങ്ങാനും തങ്ങന്മാരെ സ്നേഹിക്കാനും അല്ലാഹുവിന്റെ റസൂൽ സ്നേഹിക്കാൻ പറഞ്ഞ ആളെ സ്നേഹിക്കാനും അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനിക്കാൻ പറഞ്ഞ ആൾക്കാരെ ബഹുമാനിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ചിട്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമ എന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബിബിയുടെ പ്രിയപ്പെട്ട മകനായ റസൂലുള്ളാഹിന്റെ പവിത്രൻ ഫാത്തിമ ബിബിന്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ 39ാമത്തെ പുത്രനാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ. ഹസൻ തങ്ങൾക്കുള്ള 39ാമത്തെ പവിത്രനാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമ. മാതാവ് പിതാവ് പരമ്പര നബിയുടെ 33ാമത്തെ പേരമകനായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരിയിലേക്കാണ് എത്തപ്പെടുന്നത്. താജുൽ ഉലമാനെ സ്നേഹിക്കാനും തങ്ങന്മാരെ സ്നേഹിക്കാൻ അല്ലാഹു തആല ഞങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി നേതൃത്വം നൽകാൻ ഒരുപാട് കൊല്ലം ഇനിയും താജുൽ ഉലമ നമ്മൾക്കൊക്കെ ആവശ്യമാണ്, ദീനിന് ആവശ്യമാണ്. അല്ലാഹു തആല തൗഫീഖും ദീർഘ ആയുസ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് വേണ്ടി എല്ലാ സഹകരണങ്ങൾ ചെയ്ത് എനിക്ക് പ്രോത്സാഹനം നൽകിയ, ഈ കഥ വേണ്ടുന്നത് പോലെ എനിക്ക് എഴുതി ക്രോഡീകരിച്ചു തന്ന
ഖ്യാത ലേഖകൻ സാലത്തൂർ അബൂബക്കർ ഫൈസി, അതുപോലെ തന്നെ ഈ സൗണ്ട്സ് ഒക്കെ ചെയ്യുന്ന GS സൗണ്ട്സ് സന്തോഷ് കോംപ്ലക്സ് മാടാവ്, ഇതിന്റെ ഓണർ അതുപോലെ തന്നെ സൗണ്ട് എഞ്ചിനീയറായ ബഹുമാനപ്പെട്ട മാടാവ് ഉമർ, അതുപോലെ തന്നെ എന്നോട് ഈ ഗാനത്തിന് താളം നൽകിയ നവാസ് കുക്കാജ, എന്നെ ഈ പരിപാടിക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾ ചെയ്തെന്ന സന്തോഷ് ഗ്രൂപ്പിലെ മെമ്പർമാരായ ഹുസൈനാർ, അസീസ്, മുഹമ്മദ് അലി, അതുപോലെ തന്നെ ഹാരിസ് പാത്തുജ, നിസാം ഓനസ്റ്റ്, സാഫി മാടാവ്, അസീസ് ദുബൈ, എന്റെ പ്രിയങ്കരനായ സുഹൃത്തും SSFന്റെ ഒരു കരുത്തനായ ഒരു മെമ്പർ കൂടിയായ DK മൊയ്തീൻ മാടാവ്, അതുപോലെ തന്നെ എന്റെ പ്രിയങ്കരനായ സുഹൃത്തും ബഹുമാനപ്പെട്ട RK മദനി അമ്മമ്പള, അതുപോലെ തന്നെ ഇബ്രാഹിം മുസ്ലിയാർ ബക്കുവ, കുഞ്ഞഹമ്മദ് മുസ്ലിയാർ പുരുഷരഘട്ട, ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ദഫിന്റെ ഉസ്താദായ ഹംസ കോട്ട, ഇവരെല്ലാവർക്കും ആയിരം സ്വാഗതങ്ങളും ആശംസകളും ഞാൻ നൽകുകയാണ്. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി എന്നോട് പാട്ടുപാടി എന്നോട് കൂടെ സഹകരിച്ച എന്റെ പാട്ടുകാരായ ഇബ്രാഹിം കടമ്പ്, നവാസ് കുക്കാജ്, സവാദ് പുത്തൂർ, നമ്മുടെ ഈ പരിപാടിയെ വേണ്ടുന്നതുപോലെ കൃത്യസമയത്ത് ചെന്ന് ഇതിനെ ഷൂട്ട് ചെയ്തെന്ന് അതുപോലെ തന്നെ എഡിറ്റിംഗ് ചെയ്തെന്ന സന മീഡിയ മംഗളൂർ ആൻഡ് മുടിപ്പ്, ഇതിന്റെ ക്യാമറമാൻ അസ്രഫ് റിയാസ് സാലത്തൂർ, ഇവരെല്ലാവർക്കും ആയിരം ആശംസകൾ നൽകിക്കൊണ്ട് ഈ കാസറ്റ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രിയപ്പെട്ട ആൾക്കാർക്കുള്ള കയ്യിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരുകൈകൾ നീട്ടി തേടുന്നു ഞാനെന്നും ഇരുവീട്ടിൽ സൗഖ്യം കനി വേണമെന്നും ഉലകങ്ങൾ പടച്ചവനേ കാരുണ്യം നിറഞ്ഞവനേ ലോകൈകനാഥ ഇരുകൈകൾ നീട്ടി തേടുന്നു ഞാനെന്നും ഇരുവീട്ടിൽ സൗഖ്യം കനി വേണമെന്നും ഉലകങ്ങൾ പടച്ചവനേ കാരുണ്യം നിറഞ്ഞവനേ ലോകൈകനാഥ നബിയോരെ കാരുണ്യ കടലോരെ ഫാത്തിമ ബീവിന്റെ ഓമനക്കനിയോരെ ഖൈറാൽ മികൈന്തുള്ള ഹാസൻ കുടുംബത്തിൽ 39 പൗത്രനായുള്ള താജുൽ ഉലമയോരെ കാത്തിടു എന്നെന്നും താജുൽ ഉലമയോരെ കാത്തിടു എന്നെന്നും അധിപതി നായകനേ ജഗപതി പാലകനേ ലോകൈകനാഥ ഇരുകൈകൾ നീട്ടി തേടുന്നു ഞാനെന്നും ഇരുവീട്ടിൽ സൗഖ്യം കനി വേണമെന്നും ഉലകങ്ങൾ പടച്ചവനേ കാരുണ്യം നിറഞ്ഞവനേ ലോകൈകനാഥ ഉള്ളാളം രാജ്യത്ത് പാദം പതിഞ്ഞോരാം കഷ്ടകാരാമത്തും നേരെ മികച്ചോരാം ഉള്ളാളം രാജ്യത്ത് പാദം പതിഞ്ഞോരാം കഷ്ടകാരാമത്തും നേരെ മികച്ചോരാം മാനവ മനസ്സുള്ളിൽ മായാതെ നിറഞ്ഞുള്ള മാനവ മനസ്സുള്ളിൽ മായാതെ നിറഞ്ഞുള്ള താജുൽ ഉലമായോരാം നമ്മേ താജുൽ ഉലമായോരാം
താജുൽ ഉലമായൊരാ നമ്മെ താജുൽ ഉലമായൊരാ ലോകൈകനാഥ ഇരുകൈകൾ നീട്ടി തേടുന്നു ഞാനെന്നും ഇരുവീട്ടിൽ സൗഖ്യം കനിവേന്നു ഉലകങ്ങൾ പടച്ചവനേ കാരുണ്യം നിറഞ്ഞവനേ ലോകൈകനാഥ ഇരുകൈകൾ നീട്ടി തേടുന്നു ഞാനെന്നും ഇരുവീട്ടിൽ നീ വേണമെന്നും ഉലകങ്ങൾ പടച്ചവനേ കാരുണ്യം നിറഞ്ഞവനേ കാരുണ്യം നിറഞ്ഞ